എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും രേണു സുധിയാണ്. ഏറിന്ന് ഇറങ്ങാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഇവർക്ക്. വിക്കും വിവരക്കേടും ഒരുമിച്ച് വന്ന എന്താ അവസ്ഥ? അതാണ് ഇവരുടെ അവസ്ഥ. നാവ് തുറന്ന വെള്ളി വീഴുന്നൊരു സ്ത്രീ. അവർ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സത്യം എന്താണോ അതങ്ങ് പറയുവാണ്. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ കുത്തി അങ്ങനെ പറയാനോ ഒന്നും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്താണോ നിജസ്ഥിതി അങ്ങ് പറഞ്ഞു പോവുകയാണ്. വായിന്ന് അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് അവർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു പദ്ധതി ചെയ്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അത്രയ്ക്കൊന്നും കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സ്ത്രീക്ക്. അവരങ്ങ് പറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിക്ക് എല്ലാവരും കൂടി പണിഞ്ഞു കൊടുത്ത ആ വീടിൻ്റെ ചോർച്ചയെ പറ്റിയാണ്. അപ്പം ചോർച്ചേനെ കുറിച്ച് രേണു സുധി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിനെ ചൊല്ലിയാണ് ഈ വിവാദമായിട്ടുള്ളത്. വേണമെങ്കിൽ ഇവരിപ്പോൾ 4 തെറിയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ നല്ല റീച്ച് എനിക്ക് കിട്ടും. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിജസ്ഥിതി എന്താണെന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ ഒരു വീഡിയോ എടുക്കുന്നതെന്നോ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോ വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന അവരും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഒരു താരതമ്യ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കാം അവരെന്താ പറയണേന്ന്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയാ, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരിയാ, ദാനം തന്ന അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളില് നന്നായിട്ടുണ്ട്. ഇതിലിപ്പോ ഇവരെന്താണ് പറയുന്നത്? അവരോട് ചോദിക്കുന്നതിന് ഉത്തരം പറയുവാണ്. ഏതോ ഒരു കോന്തൻ മയക്കും വെച്ചിട്ട് അവൻ ചോദിക്കുവാണ്, നിങ്ങളുടെ വീടിനകത്ത് ചോർച്ചയുണ്ടോ എന്ന്. ഇനി ഇവനിത് എങ്ങനെ അറിഞ്ഞെന്ന് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ആകെ ഒരു ഈ ക്ലിപ്പിങ്സ് മാത്രമേ ഉള്ളൂ. ഇവനിത് എങ്ങനെയാണോ അറിഞ്ഞത് ആര് കണ്ട്. ഇവൻ പറയുന്നത് അവിടെ ചോർച്ചയുണ്ടെന്ന്. ഉണ്ടോയെന്ന് ചോദിക്കുന്നു. രേണു പറയുന്നു, ഉണ്ട്, ചോർച്ചയുണ്ട്. ഋതപ്പൻ താമസിക്കുന്ന ആ റൂമിലും ഉണ്ട്, പിന്നെ അല്ലാണ്ട് ഹാൾ റൂമിലും ചെറുതായിട്ട് ചോർച്ചയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ദാനം കിട്ടിയ വീടല്ലേ, അപ്പോൾ ഇത്രയും ചോർച്ചയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അവർക്ക് തരാനുള്ള മനസ്സ് തോന്നിയല്ലോ. 2 മക്കൾക്കും വേണ്ടി തന്നതാണ് ആ വീട്. കാര്യം ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് എന്തോ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും. പൈസ ഉള്ളപ്പോൾ അതുപോലെ ചെയ്യാം. എന്നാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ചോർച്ചയുണ്ട്, ഹാൾ റൂമിൽ ചോർച്ചയുണ്ട്. ഇവരുടെ റൂമിലല്ല, മകൻ്റെ റൂമിൻ്റെ സൈഡിൽ എവിടെ ചോർച്ചയുണ്ടെന്നും അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ ചോദിച്ചതിന് ഉത്തരമാണ് അവർ പറയുന്നത്. അല്ലാണ്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് എൻ്റെ വീടിൻ്റെ അത് ചോർച്ചയാണോ എന്നല്ല. ഇവരെ കാണുമ്പോൾ തന്നെ മയക്ക് കൊടുത്തിട്ട് കുറേ അലവലാദികൾ അവരെ വായിലോട്ട് ചെന്ന് കയറി വീഡിയോ എടുക്കുന്നു. ഇവരാണെങ്കിൽ എന്ത് പറയണമെന്ന് അവർക്ക് അറിയില്ല. അവരൊരു എന്താ പറയുക, എന്ത് ചോദിച്ചാലും അവരിങ്ങനെ വായം തുറന്നുകൊണ്ടിരിക്കും പോലെ എല്ലാത്തിനും ഉത്തരം ഇങ്ങനെ കൊടുക്കുന്നൊരു സ്ത്രീയാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഒഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണിത്, അതിന് ഉത്തരം കൊടുക്കണ്ട എന്ന് വിചാരിക്കാനുള്ള ബോധമൊന്നും ഈ രേണുസുധിക്ക് ഇല്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് അറിയാവുന്ന രീതിയിൽ അവരതങ്ങ് വിശദീകരിച്ച് കൊടുക്കുവാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ദാനം കിട്ടിയ വീടല്ലേ, നല്ലൊരു വീട് കിട്ടിയല്ലോ, ഒന്നുമില്ലാത്തടത്തൊരു വീട് കിട്ടിയല്ലോ, 2 മക്കൾക്ക് വേണ്ടി കിട്ടിയല്ലോ, മറ്റേ മകനെയും കൂടി വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഇനി അല്ലെങ്കിൽ എല്ലാവരും കൂടി അവരോട് പറയാം, അയ്യോ അവന് കിട്ടിയതല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് 2 മക്കളെ കൂട്ടിപ്പിടിച്ച് തന്നെയാണ് പറഞ്ഞത്. 2 മക്കൾക്കും കിട്ടിയതാണല്ലോ, എനിക്ക് പോലും കിട്ടിയതല്ല, മക്കൾക്ക് കിട്ടിയതാണല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ പറയുന്നത്. ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു, വെള്ളം ചോരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇതിന് മറുപടി ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഈ വീട് വെച്ച് കൊടുത്തിട്ടുള്ള. അവരെന്താണ് പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വീട് ചോരുന്നില്ല, അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. അപ്പം ഈ പറയുന്ന ആൾ വീട് വെച്ച് കൊടുത്ത ഒരാളാണ് കേട്ടോ ഇത് സംസാരിക്കുന്ന ആൾ. പറയുന്ന വീട് ചോരുന്നില്ല, 100 1000 മടങ്ങ് ശക്തിയോടെ പറയുകയാണെങ്കിൽ വീട് ചോരുന്നില്ല. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, വീട് ചോരുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് സുധിയുടെ മക്കൾക്ക് വേണ്ടി കൊടുത്താണ്, എല്ലാ ക്വാളിറ്റിയോടും കൂടിയാണ് കൊടുത്തത്, എല്ലാ മനസ്സോടും കൂടി പറ്റുന്ന സഹായത്തോട് അപ്പടിയും കൂടിയാണ് കൊടുത്തതെന്നാണ് പുള്ളി പറയുന്നത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ
ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. വെള്ളം ചോരുന്നില്ല, നിങ്ങൾ കേട്ടല്ലോ, വെള്ളം ചോരുന്നില്ല. മഴ ശക്തമായിട്ട് പെയ്യുമ്പോൾ അല്ലെങ്കിൽ ശക്തമായിട്ട് കാറ്റടിക്കുമ്പോൾ ശീതളടിച്ച് കയറുവാന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുട ചൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം വീടിനകത്ത്. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, പുള്ളി ഒരു വീടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ചോരുന്ന വീടാണോ ചോരാത്ത വീടാണോ അതൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ചോരും, ചിലപ്പോൾ ചോരാണ്ടിരിക്കും. അതൊക്കെ നിങ്ങളുടെ വിധി പോലെ വരും. അങ്ങനെയാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് പിന്നെ എന്തോന്നാ ഒരു വീട് ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വീടിനകത്ത് നമുക്കാണെങ്കിലും ഇപ്പം രേണുസുതി ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കിടന്ന് പരിഹസിക്കുന്നത്. ഇപ്പം നമ്മളൊരു വീട് പൈസ കൊടുക്കി ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ, അതിനകത്ത് കിടക്കുമ്പോൾ ചോരുവാണെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയ ആൾക്കാരുടെ അടുത്ത് പറയില്ലേ, അയ്യോ ഈ വീട് ചോരുവാണ് കേട്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് പരാതിയല്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് കിടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ, എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും വാട്ടർ പ്രൂഫ് അടിച്ചു കഴിഞ്ഞാൽ റെഡി ആവുമോ? അങ്ങനെയൊക്കെ ഒരു സജഷൻ ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും. കാരണം ഇവർക്ക് ചോദിക്കാനും ഒന്നും ആരും ഉണ്ടാവില്ല, ഇവർക്ക് അത്ര അറിവുമില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയാനോ അറിയാനോ ഒന്നും അറിവില്ല അവർക്ക്. അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരുടെ അടുത്ത് ഒന്നും സംശയം ചോദിച്ചിട്ടുണ്ടാവും. അതേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷേ പരത്തി ഇപ്പം നെഗറ്റീവ് ഇമേജിൽ നിൽക്കുകയാണല്ലോ രേണുസുതി. അപ്പം ഇവരെ ഒന്ന് ടച്ച് ചെയ്ത നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ പോലും ഒരു പബ്ലിസിറ്റിയാണ് എല്ലാവർക്കും ആവശ്യം. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതാണ്. അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽറ്റർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. അതൊക്കെ നല്ല കാര്യമാണ്. അത് ഒരു കലാകാരൻ മരിച്ചു, അവർക്ക് ഈ പറയുന്ന എല്ലാ സൗകര്യത്തോടും കൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു കലാകാരന്മാർക്കും ഇങ്ങനെ ഒരു ദാനമായിട്ട് ഒരാളും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അവരത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതിയിലൊന്നും വലിയ മോശം വരുത്തിയിട്ടൊന്നുമില്ല. ആ വീടിനകത്ത് അവർ തന്നെയാണ് താമസിക്കുന്നത്. രേണുവിൻ്റെ മകൻ തന്നെയല്ലേ രണ്ടാമത്തെ കുഞ്ഞൊക്കെ താമസിക്കുന്നുണ്ട്. മൂത്ത മകൻ പഠിക്കുവാണ് എവിടെയോ, അതുകൊണ്ടാണ് അവൻ ഇവിടെ വന്ന് താമസിക്കാത്തതെന്ന് അവർ തന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. മൂത്ത മകനും പറയുന്നുണ്ട്, ഈ രേണുവും പറയുന്നുണ്ട്. അവർക്കുള്ളത് തന്നെയാണല്ലോ ഇപ്പോഴും, ആ രണ്ട് മക്കളുടെയും പേര് തന്നെയാണ് ഉള്ളത്. നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ആ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് തന്നെ പറയണമല്ലോ. നല്ല കാര്യം തന്നെയല്ലേ. എല്ലാ കട്ടിലും അലമാരി ഇപ്പം എല്ലാ സാധനങ്ങൾക്കും ഫർണിച്ചറിനും എല്ലാം വില കൂടുതൽ തന്നെയാണ്. നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോഴാണ് അതൊക്കെ അറിയുന്നത്. അതൊക്കെ ഫ്രീ ആയിട്ട് ഒരാൾ കൊടുക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ ഇത്രയും പണികൾ ഫ്രീ ആയിട്ട് എടുത്ത് ചെയ്യാൻ തയ്യാറാവും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത കാര്യം നോക്കാം. ക്യാഷ് ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷേ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർ, കുറേ ആൾക്കാർ സഹകരിച്ചു എന്ന് പറയുന്നുണ്ട്. വീട് പണിയുടെ സമയത്ത് പൈസയൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അന്നത്തെ പണിയൊക്കെ ചെയ്ത് ജീവിതം പുലർത്തുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു വീട് പണിയുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ അവരെ സഹായിച്ചു. നല്ല രീതിയിൽ മെറ്റീരിയൽ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന ആവശ്യമുള്ള പണികളൊക്കെ പൈസ ഇല്ലാണ്ട് തന്നെ പണിയെടുത്ത് സഹകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ, നല്ലതാണ്. അതിനാരും ആ വീട് പൊളിച്ചെടുത്തിട്ട് പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട് ആ വീട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷനായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും. അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു വർക്ക് ഏരിയ കൂടി വേണമെന്ന് ഈ വീട് പണിഞ്ഞ ആൾക്കാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു അതിനുള്ള പൈസയും ഫണ്ടൊന്നുമില്ല,
പറ്റുന്ന രീതിയിലൊക്കെ തീർത്തിട്ടുണ്ട്. മാത്രമല്ല ഈ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ കയ്യിൽ നിന്നും കൂടി കാശെടുത്തിട്ടാണ് ഈ വീടിൻ്റെ നിലവിലുള്ള പണികളെല്ലാം തീർത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ ഫണ്ട് ഇറക്കാൻ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇത്ര വെച്ച് തൃപ്തിപ്പെടണമെന്ന് ഇവർ പറയുകയും ചെയ്തു. പക്ഷേ അവരപ്പോൾ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിലിടും യൂട്യൂബിലിടും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണത്. കാരണം ഫേസ്ബുക്കിലിടും യൂട്യൂബിലിടും അല്ലെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ്. പക്ഷേ ഇത് ഇപ്പോഴല്ല ഇവർ പറയേണ്ടത്, അന്നേ ഇത് പറയേണ്ടതാണ്. അന്നേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ടായിരുന്നു. ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുള്ളി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ, സത്യം പറഞ്ഞാൽ നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടിയിരുന്നോ? ഇദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ചോർച്ചയുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമായിരിക്കാമെന്ന്. അത് ശരിയായിരിക്കാം, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായിരിക്കാം. കാരണം ഒരു എഞ്ചിനീയർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും പുള്ളിയൊക്കെ ചിന്തിക്കുന്നത്. ചോർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ റൂഫിൽ നിന്ന് നേരിട്ടുള്ള ചോർച്ചയായിരിക്കും പുള്ളി വിചാരിക്കുന്നത്. പക്ഷെ രേണുസുതിക്ക് വിവരമില്ലാത്തതുകൊണ്ട് രേണുസുതി എന്താണ് പറയുന്നത്, പുറത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രില്ലിൽ നിന്ന് വെള്ളം അകത്തോട്ട് വീഴുന്നുണ്ട് എന്നാണ് ഈ രേണുസുതി ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് അത് പറഞ്ഞ് ബലിപ്പിക്കാനുള്ള അറിവില്ല. അത് ആദ്യമേ പറയുന്നുണ്ട്, ആ പണികളെ കുറിച്ചൊന്നും പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പുള്ളിക്ക് അറിവില്ല എന്ന് അവരുടെ വീഡിയോയിൽ തന്നെ അവർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ആരും അത് കാണത്തില്ല. ആരും മനസ്സിലാക്കിയാൽ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ അത് പറയില്ല. കാരണം ഇവർക്ക് നെഗറ്റീവ് ഇമേജാണ് ഉള്ളത്. അപ്പം നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിപ്പോൾ ആര് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ അവരെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കുടയും പിടിച്ചുകൊണ്ട് വന്നേക്കുവാന്ന് പറയും. അദ്ദേഹം ഇവിടെ എന്താണ് പറഞ്ഞത്, 2 സൈഡിൽ നിന്ന് ചോർച്ചയുണ്ടെന്ന്. അത് തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളൂ. ഹാൾ റൂമിലും അതുപോലെ തന്നെ ആ റിതപ്പൻ്റെ റൂമിൻ്റെ സൈഡിലും അതുപോലെ ഒരു ചോർച്ചയുണ്ട്. ഇവർ പറഞ്ഞെടുത്ത് തന്നെയാണ് ഗ്രില്ല് വെച്ചിട്ടുള്ളത്. അതുവഴി ശീതള അടിച്ച് അകത്ത് കയറുന്നു. അത് തന്നെയാണ് ഈ രേണു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളൊരു എഞ്ചിനീയർ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റും മഴയൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു അകത്തോട്ട് വെള്ളം കയറും എന്നുള്ളൊരു അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ അന്നേരം അത് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ഫോൾട്ടല്ലേ സത്യത്തിൽ? ഇവരെവിടെയും പറഞ്ഞിട്ടില്ല ഈ വീട് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളത്തില്ലാത്ത പൊട്ട വീടാണ് വെച്ച് തന്നതെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ നല്ല വീടാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാണ് ഇവിടെ വന്നെന്ന് പറയുന്നത് അവരങ്ങനെ പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കി എന്തോ തെറ്റാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ ആരും ഇതിനെക്കുറിച്ച് പറയില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുജിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ. ഇദ്ദേഹം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളിക്ക് ഇത് വിവാദമാക്കാൻ താല്പര്യമില്ല. ഇതേക്കുറിച്ച് കിച്ചുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഫോണിൽ. അപ്പോൾ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൻ അവിടെ വീട്ടിൽ കയറാൻ പറ്റാത്ത എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു വെച്ചേക്കുവാണ്. അതായത് സമൂഹത്തിന് മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുവാണ് എന്തോ ഒരു വിഷയം. അത് പറയാണ്ട് പറയുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഓൾറെഡി അവർക്ക് ബാഡ് ഇമേജാണ് ഈ രേണുസുതിക്ക്. കിച്ചു എന്ന് പറയുന്ന പയ്യന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്. അവൻ തന്നെ എടുത്ത വീഡിയോയല്ലേ അത് ആദ്യമേ വിവാദമായത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോണാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ആ ഫോൺ എടുത്തിട്ട് ഇതല്ല അല്ലെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ആ പയ്യന് പറയാം. അവൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും. പക്ഷെ ആ പയ്യനാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവൻ എന്തെങ്കിലും വായ തുറന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞൂടെ? ഇതിപ്പോൾ അവരൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ അവരെ ക്രൂശിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അതല്ല ഇനിയിപ്പോൾ അവർ തെറ്റുകാരിയാണെങ്കിൽ അതും സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കാമല്ലോ. ഇപ്പം നമ്മളൊക്കെ രേണുസുതിനെ വിചാരിക്കുന്നത് ഒരു കഥയില്ലാത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കഥയില്ലാത്തൊരു സ്ത്രീ, അവരെ വായ പൊട്ടൊരു വായ, എന്ത് പറഞ്ഞാലും വിടുവായത്തം പറയുന്ന ഒരു വായ, അങ്ങനെ ഉള്ളൊരു സ്ത്രീയായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാകാൻ പറ്റുമല്ലോ. എനിക്കിതാണ് നേരിട്ടതെന്ന് ഈ കിച്ചു എന്ന് പറയുവാണെങ്കിൽ നമുക്കും ഇവരെ കുറിച്ചുള്ള ഒരു ധാരണ മാറ്റിയെടുക്കാമല്ലോ. വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിര അമ്മയും സുധിര 2 മക്കളും സുധിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സുധിയുടെ അമ്മയും 2 മക്കളും ഭാര്യയും ആ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. അതിപ്പോൾ എല്ലാവരും ആഗ്രഹം അതാണ്. പക്ഷെ നിങ്ങൾ കൂടെ കോട്ടയത്ത് കൊണ്ടുവന്ന് വീട് വെച്ചാൽ കൊല്ലത്തുള്ള അവർ വന്ന് താമസിക്കാൻ പറ്റുമോ? ഒന്നെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് കൊണ്ടുവന്ന് വീട് വെച്ച് കൊടുക്കണമായിരുന്നു. നിങ്ങൾ കൊല്ലത്തല്ല വീട് വെച്ച് കൊടുത്തത്. അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ വീട് വെക്കേണ്ട ആവശ്യമില്ല. സുധിയുടെ വീട് വെക്കേണ്ടത് കൊല്ലത്തൊരു സ്ഥലം മേടിച്ച് കൊല്ലത്തായിരുന്നു വീട് വെക്കേണ്ടത്. ഇതിപ്പോൾ രേണുസുതിയുടെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ കൊണ്ട് കോട്ടയത്ത് വീട് വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ വീട്ടിൽ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ പറയുന്നുണ്ട് അതിനകത്തേക്കും പോകാൻ താല്പര്യമില്ലെന്ന്.
ഒരു വീടാകുമ്പോൾ പല പല കാര്യങ്ങളുണ്ടാവും. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആൾക്കാരല്ല ചില ആൾക്കാരൊക്കെ. ഇവരൊക്കെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇവരതൊന്നും പറയുന്നില്ലെന്നുള്ളായിരിക്കും ചിലപ്പോൾ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അവർക്കത് പുറത്തോട്ട് പറയാൻ താല്പര്യമില്ലായിരിക്കും. ആരെങ്കിലും താമസിച്ചോട്ടെ. ഇപ്പോൾ സുധീയുടെ ഭാര്യയും മക്കളും അല്ലേ അവിടെ താമസിക്കുന്നതിന്. ഇപ്പോൾ എന്താ ഇപ്പോൾ കുഴപ്പം? ആ ഒരു ചെറിയ ചെറുക്കനുണ്ട് അവിടെ. അവനെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടുണ്ട്. ഇവർക്ക് ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. ഇവർക്ക് എന്തെങ്കിലും അത്താഴം കഴിക്കുകയൊക്കെ വേണ്ടേ? അപ്പോൾ അവർക്ക് ഇതിൽ ജോലിക്ക് പോകാൻ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ബന്ധുക്കൾ വന്ന് നിൽക്കുന്നു. അതിലിപ്പോൾ എന്താണ് ഇപ്പോൾ തെറ്റ്? അല്ലെങ്കിൽ ഈ കൊച്ചിനെ വലിച്ചോന്നുകൊണ്ട് നടക്കണ്ടേ ഈ ഒരു സ്ത്രീയെ? എവിടെ പോയാലും ഈ കുഞ്ഞിനെ പോകേണ്ടി വരും. ജോലിക്ക് പോയാലും കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എത്രയോ ദിവസം കഴിഞ്ഞായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ, അതൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഒരിക്കലും മൂത്ത പയ്യൻ്റെ അടുത്ത് വീട്ടിലോട്ട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വേറെ എന്തെങ്കിലും വിഷയം ഇവർ തമ്മിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ആ പയ്യനാണ് വന്ന് പറയേണ്ടത്. ഇതുവരെ അവനൊരു എക്സ്പ്ലനേഷനും ഇതുവരെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവന് തുറന്ന് പറയാൻ ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കും. അവരുടെ ഫാമിലി കാര്യങ്ങൾ തുറന്ന് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. വെറുതെ ജനങ്ങളിരുന്ന് അസംഷൻ ചെയ്യുന്നതാണെന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ വിക്ടിം അടിക്കുവാണ്. അതായത് ഈ ഒരു വിഷയം നിങ്ങൾ കൊടുത്തതുകൊണ്ട് ഇവരിങ്ങനെ നിങ്ങളെ തള്ളി പറഞ്ഞു, നിങ്ങൾ പൊട്ട സാധനം കൊടുത്തു എന്ന് ഇവർ പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞങ്ങൾ ആർക്കും സഹായിക്കില്ല എന്നാണ് ഒരു വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന പോലെ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ തോന്നി കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്നാണ് പൊതുവേ ഉള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതെപ്പോഴും എല്ലാവരും തലയിലേറ്റി കൊണ്ടാടണമെന്നൊന്നും വിചാരിക്കരുത്. എല്ലാവരും അത് ആഘോഷിക്കണമെന്നില്ല. എപ്പോഴും ഇങ്ങനെ അയ്യോ അവർ തന്നതാണല്ലോ, അയ്യോ അങ്ങനെയാണല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ആൾക്കാർ ഇരിക്കില്ല. ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിലോട്ട് പോകും. നമ്മൾ എന്തെങ്കിലും ഒരു ദാനം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എന്നേരം ചെന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. നമ്മളത് വിട്ടേക്കുക. ദാനം കൊടുത്ത മുതലല്ലേ, അത് അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ വിക്ടിം കാർഡ് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി സഹായം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സഹായം ചെയ്യാണ്ടിരുന്നാൽ ഇതൊരു ഗുണപാഠമായിട്ട് എടുക്കുക. അർഹിക്കുന്നവർക്ക് കൊടുക്കുക, കൊടുക്കണ്ടെന്ന് തോന്നുന്നവർക്ക് കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ ഗുണപാഠമായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് രേണു സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഒരാൾക്കും സഹായം ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇവരെ ഒരു കുത്തി പറയുന്ന പോലെയാണ് തോന്നുക. സത്യത്തിൽ നിങ്ങൾ അവരാരും കുത്തിയിട്ടൊന്നുമില്ല. അവർ നിങ്ങൾ ചെയ്ത സഹായം എന്ന് ഓർക്കുന്നുണ്ട്, എല്ലാവരോടത്തും പറയുന്ന രീതിയിൽ തന്നെ പറയുന്നുമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ അതിനെ മിസ്ലീഡ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരൊക്കെയോ മിസ്ലീഡ് ചെയ്യിക്കുവാണോ എന്നും സംശയം ഉണ്ട്. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നു, അതിൻ്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പുള്ളി പറയുന്ന അനുസരിച്ച് ബൾബ് പോയാലോ അല്ലെങ്കിൽ മോട്ടർ അടിച്ച് പോയാലോ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടായാൽ പോലും രേണു നേരെ ഇവരെ വിളിക്കുമെന്നാണ് പറയുന്നത്. രേണു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ ഇവരെ ഒന്നും ഇനി വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ രേണു സുധി വലിയ വാടകയ്ക്കും പോകുന്നതാണ് നല്ലത്. ഇത് തന്ന ആരാണോ അവരുടെ കയ്യിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യനെ തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ആ കിച്ചു എന്ന് പറയുന്ന പയ്യന് ദാനമായിട്ട് കൊടുത്തിട്ട് എല്ലാം മൊത്തത്തിൽ അവൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്. ഏതിനും വാടകയ്ക്ക് പോയാലും സമാധാനം കിട്ടും. കാരണം എപ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നിടത്തോളം കാലം എല്ലാവരും നിങ്ങളിങ്ങനെ വിധി എഴുതിക്കൊണ്ടിരിക്കും. അവരങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരിങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അവർക്ക് ഇത്രയും സഹായം ചെയ്തിട്ടും അവരിങ്ങനെ ചെയ്തു, അർഹിക്കാത്തപ്പെട്ട ആൾക്കാർക്കാണ് കൊടുത്തത്, അങ്ങനെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി, അങ്ങനെ പല കാര്യങ്ങളും ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ എന്തിനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് തിരിച്ച് തന്നവർക്ക് തന്നെ തിരിച്ചങ്ങ് കൊടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ തന്നവർ തന്നെ തിരിച്ചങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അവരെവിടെയെങ്കിലും വാടകയ്ക്ക് പോയി അങ്ങനെ കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അവരങ്ങനെ കിടക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് സന്തോഷമാവുമെങ്കിൽ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് ഈ ലോകം മൊത്തവും ഇരുന്ന് കുറ്റപ്പെടുത്താനുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അത് തിരിച്ചെടുത്തോളാം. ഒന്നെങ്കിൽ ആ വീട് സ്ഥലവും കൂടി തിരിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഇവർക്ക് അർഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ ഈ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കിച്ചൂരാണ് അർഹിക്കുന്നതെങ്കിൽ അവന് കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അർഹിക്കുന്നില്ല, ഈ മോനും ഭാര്യ അർഹിക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും മാറിപ്പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കി വിടുക. ഇങ്ങനെയൊക്കെ ഇരുന്ന് അവഹേളിക്കുന്നതിനും ഭേദം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരാൾക്ക് ഒരു സാധനം കൊടുത്തിട്ട് പിന്നെ അവർ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും അവരെങ്ങനെ ശല്യം ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ഒത്ത രീതിയിൽ കുറേ ആൾക്കാർ കമൻ്റ് അടിച്ച് വിടാനും
അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഒരു നെഗറ്റിവിറ്റി, അവർക്കെതിരെ ഒരു വലിയൊരു സംഘം ചേർന്നുള്ള അറ്റാക്ക്. അതുപോലെ ആ സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, നാണം കെട്ടിട്ടാണെങ്കിലും. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ന് പറയുന്ന പയ്യൻ്റെ അടുത്ത് അവന് 10-20 വയസ്സുണ്ട്. അപ്പോൾ അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള പയ്യനാണ്. ഇത്രയും പേര് നിങ്ങളുടെ രണ്ടാം അമ്മേനെ കുറിച്ച് ഇത്ര രീതിയിൽ തരം താഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം അവരോടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി ആൾക്കാർക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ അവർ ദുഷ്ടത്തിയാണ്, വൃത്തികെട്ട സ്ത്രീയാണ്, മഹാമോശപ്പെട്ടവളാണ്, അതും സമൂഹത്തിന് മുമ്പിലോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാനെങ്കിലും അത് ഉപകാരപ്പെടും. അല്ലാണ്ട് വായ മൂട്ടി മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെ അനുഭവിക്കുകയാണ് ഇങ്ങനെ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആൾക്കാർ വെറുതെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇനി രേണുവിൻ്റെ അടുത്താണ് പറയാനുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാർ മയക്കം തൂക്കി പിടിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാനും, നിങ്ങളുടെ ഈ വായിന്ന് വീഴുന്ന വെള്ളി കേൾക്കാനും, അത് ഏറ്റെടുക്കാനും, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വായ പോയൊരു കോടാലി പോലെയാണ്. അപ്പം എല്ലാത്തിനും ഉത്തരം കൊടുക്കാണ്ടിരിക്കുക, എല്ലാത്തിനും ഒന്നും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചോദ്യം അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടേണ്ട കാര്യമുള്ളൂ. ചില സ്ഥലത്ത് മൗനം പാലിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്താൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങി ഈ വീടിന് ദാനം ആയിട്ട് മൂത്ത മകന് കൊടുത്താൽ പോലും അതിന് നിങ്ങളെ കുറ്റപ്പെടുത്തും. അവൾക്കിപ്പോൾ പൈസ കിട്ടി തുടങ്ങി, അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നേ ആൾക്കാർ പറയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ആൾക്കാരെല്ലാവരും കൂടി ഈ ഒരു സ്ത്രീയെ അങ്ങ് ദ്രോഹിച്ച് കുറ്റപ്പെടുത്തി അങ്ങ് എന്താ പറയുക, സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങ് ബ്ലെയിം ചെയ്ത് ചില ആൾക്കാരെ അങ്ങ് മനഃപൂർവ്വം ഇരയാക്കി ആത്മഹത്യയിലോട്ട് തള്ളിവിടുന്ന ഒരവസ്ഥ. ആത്മഹത്യയിലോട്ട് തള്ളിവിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ ഇരകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ പെൺകുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ കാരണം മരിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നാട് വിട്ട് പോകേണ്ടി വന്നിട്ട് സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ച് കണ്ണും പൂട്ടിയിരിക്കേണ്ട എത്രയോ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രേണുവിന് ഞാൻ ആയിരിക്കുമൊന്നുമല്ല കേട്ടോ, എനിക്ക് ഇവരെ വലിയ കാര്യമൊന്നുമല്ല, എനിക്കൊരു വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇതൊക്കെയാണ് ഇതിനകത്ത് കുറച്ചെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് എനിക്ക് തോന്നി. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, ആരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വാക്കും ഞാൻ കേട്ടിട്ടല്ല സംസാരിക്കുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. നമ്മൾ വിചാരിക്കും ഈ ഹേറ്റേഴ്സിൻ്റെ ഈ ഒരു ഹേറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൊല്ലസുധീന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ കൊല്ലസുധി ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കൂട്ടുകാരല്ലാണ്ട് വേറെ ഒരാൾ സഹായത്തിനോ കാര്യങ്ങൾക്കോ അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഒരിടത്തും വലിയ പൊക്കി സുധീനെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ രേണുവിനോടുള്ള ദേഷ്യം കാരണമാണ് സുധിക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ലവ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. മരിച്ചതിന് ശേഷം അംഗീകരിക്കപ്പെട്ട ഒരു കലാകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാണ്ട് വലിയ ഇഷ്ടമൊന്നും ആൾക്കാർക്ക് അയാൾ ജീവിച്ചു തന്നപ്പോൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊരു വൃത്തികെട്ട സ്ത്രീയാണെന്നൊന്നും എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ വൃത്തികെട്ട കപ്പിൾസ് വരെ ഉണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? യൂട്യൂബിലൊക്കെ കപ്പിളായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. എന്ത് വൃത്തികെട്ട രീതിയിലുള്ള ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാമോ? പോൺ ആക്ടേഴ്സ് വരെ ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. അതുവരെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. അവരൊന്നും തെറി വിളിക്കാനോ തന്തയ്ക്ക് വിളിക്കാനോ ഒന്നും ചെല്ലുന്നില്ല. അവരൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരെയൊക്കെ ആവശ്യമുണ്ട് സമൂഹത്തിന് എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ ഒരു പെരുമാറ്റം. ഇവരെന്ത് ചെയ്തിട്ടാണ്? ഇവർ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നത്. ഇവർക്ക് വലിയ കഴിവും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അഭിനയിക്കാനൊന്നും വലിയ മെച്ചമൊന്നുമില്ല. പക്ഷെ അവരുള്ളതും വെച്ച് എന്തൊക്കെയോ കാണിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും അത് മുതലെടുത്തിട്ടാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള അവർ ആ പബ്ലിസിറ്റി വെച്ചിട്ട് അവർ കുറച്ച് കാശുണ്ടാക്കി അവരുടെ മക്കൾക്ക് ചോറ് കൊടുക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. അതുമാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അവരുടെ തൊഴിൽ പോലെ അവർ ചെയ്യുവാണ്. വെറുതെ നമ്മളിങ്ങനെ കുത്തിപ്പറഞ്ഞ് അവരെ ആത്മഹത്യയിലോട്ട് കൊണ്ടെത്തിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം കേട്ടോ. എനിക്ക് തീരെ വയ്യ, പനിയാണ്, അതുകൊണ്ടാണ് ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ